ഹായ് ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് കാണുന്നത് ഈ ഫാക്ടറിയിൽ, അതായത് കണ്ണൻ ദേവൻ ഫാക്ടറിയാണ്. ഗൈസ്, ഈ കാണുന്നതെല്ലാം യൂക്കാലിപ്സ് മരമാണ് കേട്ടോ. മൂന്നാറിൻ്റെ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടാതെ എന്ന് വെച്ചാൽ തേയിലത്തോട്ടത്തിൽ എന്താ പറയുക, സൂര്യപ്രകാശം തട്ടിത്തെറിക്കുന്നതായിട്ടുള്ള ഒരു ഫീൽ, അതായത് പച്ചപ്പ് എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ്. ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പം പോകുന്ന സ്ഥലം നിങ്ങൾക്ക് ഏതാണ്ട് അറിയാൻ പറ്റും. കാരണം വെച്ചാൽ ഒന്നാമത് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൂടെ തമ്പനിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ടാറ്റയുടെ കണ്ണൻ ദേവൻ ടീ ഫാക്ടറിയിലേക്കാണ് പോകുന്നത്. അവിടുത്തെ കാഴ്ചകളാണ് നമുക്ക് മെയിനായിട്ട് കാണാനുള്ളത്. ഒന്നാമത് പാക്കിങ്, അതേപോലെ തന്നെ അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം അവിടെ പോയി ഡയറക്റ്റ് കാണുന്നതാണ് കണ്ണൻ ദേവൻ ഫാക്ടറി. അതിലേക്കാണ് നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഗൈസ്, ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും ചായ് ബസാർ എന്നുള്ളത്. എന്താ ഉദ്ദേശിച്ചെന്നുള്ളത് നമുക്ക് പിന്നീട് കാണാം. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് നല്ല ലൊക്കേഷൻ, അതായത് ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് നല്ല സെൽഫിയും ഫോട്ടോസ്, അതായത് വീഡിയോസെല്ലാം എടുക്കാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷൻ കൂടിയാണ് ഈ ഫാക്ടറി. ഞങ്ങളിപ്പോൾ ഫാക്ടറിക്ക് ഉള്ളിലേക്ക് പോവുകയാണ്. ഇതിനുള്ളിലത്തെ കാഴ്ചകൾ നമുക്ക് കാണിക്കാനുള്ളൊരു നിർവാഹമില്ല. കാരണം വെച്ചാൽ ഇവിടെ അലൗഡ് ഇല്ല. ഉള്ളിൽ ഫാക്ടറിയിൽ നമുക്ക് വിസിറ്റ് ചെയ്യാം. ഒരു 100 rupees കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ളിൽ കയറി തേയില പൊടിക്കുന്നതും കാര്യങ്ങളും എല്ലാം പാക്കിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഇവർ കാണിച്ചു തരുന്നതായിരിക്കും. ഇതിന് 100 rupees ആണ് ചാർജ് വരുന്നത്. ഒരു കാരണവശാലും അവിടെ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാനോ പെർമിഷൻ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇടാത്തത്. അതിൻ്റെ പുറത്ത്, അതായത് വെളിയിൽ നമുക്ക് പർച്ചേസിങ് ഉണ്ടായിരുന്നു അവിടെ. അതായത് ഫസ്റ്റ് ക്വാളിറ്റി, അതായത് ഈ കമ്പനിയിൽ വരുന്ന ഫസ്റ്റ് ക്വാളിറ്റി തേയില, അതേപോലെ തന്നെ കാപ്പിപ്പൊടി, അങ്ങനെ പല ഐറ്റംസ്. ഗൈസ്, നമുക്ക് എൻട്രി ചെയ്യുന്നത് തന്നെ കാണാൻ പറ്റും ഒരു സൂപ്പർ മാർക്കറ്റ് പോലത്തെ ഒരു സംഭവം. സൂപ്പർ മാർക്കറ്റല്ല, അവിടുത്തെ പ്രൊഡക്റ്റുകൾ, അതായത് കണ്ണൻ ദേവൻ്റെ പ്രൊഡക്റ്റുകൾ വിൽക്കാനുള്ളൊരു സൂപ്പർ മാർക്കറ്റ് പോലത്തെ സംഭവമാണ്. അവിടെ നമുക്ക് അതായത് കണ്ണൻ ദേവൻ്റെ എല്ലാ ഐറ്റംസും അവിടെ അവൈലബിൾ ആണ്. അത് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ. പിന്നെ പോയിട്ട് ഇപ്പോൾ നല്ലൊരു ഓഫറും കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട് ഇവിടെ. കാരണം വെച്ചാൽ 3 എടുത്താൽ 1 ഫ്രീ എന്നെല്ലാം പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് പുറത്ത് പോയി വാങ്ങുന്നതിനെക്കാട്ടിയും ലാഭമാണ് ഇവിടുന്ന് മേടിക്കുന്നത്. ഏതായാലും ഞാൻ ചെറിയൊരു പർച്ചേസ് ചെയ്യാൻ പോവുകയാണ്. ഈ സെക്ഷൻ മൊത്തം കാപ്പിൻ്റെ ഇതാണ്. നേരത്തെ ഞാൻ കാണിച്ചത് തേയിലിൻ്റെയാണ്. കാരണം വെച്ചാൽ ചായപ്പൊടി, പലതരം ചായപ്പൊടികളാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ചത്. അതേപോലെ തന്നെ ഇവിടെ കാപ്പിൻ്റെതുണ്ട്, അതേപോലെ തന്നെ ചോക്ലേറ്റ്സ്, അതുപോലെ തന്നെ ജീരകം, നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റും ചെറിയ ജീരകം, അതെല്ലാം ഫ്രഷ് സാധനം തന്നെ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. പല ഐറ്റംസ് ഇവിടെ തന്നെ ഉണ്ട്. കാരണം വെച്ചാൽ നല്ല പ്രൊഡക്റ്റുകളാണ് ഇവിടെ കിട്ടുന്നത്. നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തെല്ലാം ഇവിടെ ഉള്ളത് എന്നുള്ളത്. ജസ്റ്റ് നിങ്ങൾ നോക്കിക്കോ. ഇവിടെ വിസിറ്റ് ചെയ്താൽ നിങ്ങൾ ഇതെല്ലാം വാങ്ങുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ കഴിയും ധാരാളം തേയിലത്തോട്ടങ്ങൾ. കാരണം ഇഷ്ടമല്ല, അതായത് മൂന്നാറിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. മൂന്നാറിൽ വന്നു കഴിഞ്ഞാൽ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണിത്. ഈ ഫാക്ടറി മാട്ടുപ്പെട്ടിയിലാണ് വരുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഇവിടെ വരുന്ന ആൾക്കാർ ഇത് മിസ് ചെയ്യരുത്. പിന്നെ കുറേ നിങ്ങൾക്ക് തേയില കാര്യങ്ങൾ ഇവിടെ തന്നെ ഫാക്ടറിയിൽ തന്നെ മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പം കുറച്ച് ഓഫറും കാര്യങ്ങളും വെച്ചാകുന്നുണ്ട്. നിങ്ങളും വാങ്ങി കുറച്ച് പർച്ചേസ് ചെയ്തായിരുന്നു. അതേപോലെ ഇവിടെ ചായയും അതേപോലെ തന്നെ ഐസ്ക്രീം എല്ലാം കിട്ടുന്നൊരു കടയാണിത്. കടയല്ല, അത് കമ്പനിയോട് ചേർന്നിട്ട് തന്നെ ഉള്ളതാണ്. ചായ ഉണ്ടാക്കുന്നൊരു മെഷീനാണ്, പുള്ളി ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഞാനിപ്പം നോർമൽ ചായയാണ് പറഞ്ഞിട്ടുള്ളത്. വെറും 10 രൂപയാണ് ഉള്ളത്. അത് കുടിച്ചിട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നും കൂടി നോക്കാം. സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നുണ്ട് അദ്ദേഹം. അതുപോലെ സ്പെഷ്യൽ ടീ ഉണ്ട്, അത് 50 രൂപയാണ് കാണിക്കുന്നത് അതിൽ. അത് ഞങ്ങൾ വാങ്ങിയില്ല. മാട്ടുപ്പെട്ടി ഇത് തേയിലെടുക്കാൻ വന്നതാ? ഇത് തേയിലെടുത്തിട്ട് വരുന്ന വണ്ടി അല്ലേ?